ഫ്രണ്ട്, കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ നമുക്കറിയാം എങ്ങനെയാണ് സ്മാർട്ട് മണി മാറി മാറി ഓരോ സെക്ടറിൽ കയറി ഓരോ സെക്ടറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുന്നെന്ന്. കഴിഞ്ഞ 2 ആഴ്ചയിലെ സ്മാർട്ട് മണിയുടെ മൂവ്മെന്റ് നമ്മൾ ഫോളോ ചെയ്താൽ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, കഴിഞ്ഞ 2 ആഴ്ച സ്മാർട്ട് മണി കംപ്ലീറ്റ് മൂവ് ചെയ്തിരിക്കുന്നത് ടെലികോമിലേക്കും ക്യാപിറ്റൽ ഗുഡ്സിലേക്കും മെറ്റൽസ് ആൻഡ് മൈനിങ്ങിലേക്കും കെമിക്കൽസിലേക്കും റിയാലിറ്റിയിലേക്കുമാണ്. അപ്പോൾ ഈ സ്മാർട്ട് മണി എവിടുന്ന് ഇറങ്ങിയത്? സ്മാർട്ട് മണി ഇറങ്ങിയത് FMCGയിൽ നിന്ന്, ഓട്ടോ കമ്പോണൻസിൽ നിന്നും, ഫിനാൻഷ്യൽ സർവീസസിൽ നിന്നും, കൺസ്യൂമർ ഡ്യൂറബിളിൽ നിന്നും, ഓയിൽ ആൻഡ് ഗ്യാസിൽ നിന്നും ഇറങ്ങിയിട്ടാണ് ഈ സെക്ടേഴ്സിലേക്ക് സ്മാർട്ട് മണി എൻട്രി ചെയ്തത്. നമ്മൾ സ്മാർട്ട് മണിയെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഏതെല്ലാം സെക്ടറിൽ കയറി ഇറങ്ങി വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഐഡിയ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കഴിഞ്ഞ 2 ആഴ്ചയിലെ മൂവ്മെന്റ് ആണ് സ്മാർട്ട് മണി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ആ സെക്ടറിലെ സ്റ്റോക്കുകളെ കുറിച്ച് കൂടുതൽ പഠിക്കുക, ആ സ്റ്റോക്കുകൾ ഏതാണ് പെർഫോം ചെയ്യാൻ സാധ്യത കൂടുതൽ പഠിക്കുക. ഇപ്പോൾ റിസൾട്ട് സീസൺ ആണ്. ഇപ്പം നോബഡി ക്യാൻ പ്രിഡിക്ട് റിസൾട്ട് എങ്ങനെ വരുമെന്ന് ആർക്കും പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ആ സ്മാർട്ട് മണി കയറുന്ന സെക്ടറിലെ സ്റ്റോക്കുകളുടെ റിസൾട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുവാണെങ്കിൽ, എന്താ പറയുക, മോർ ദാൻ എക്സ്പെക്ടഡ് ലെവൽ വരുവാണെങ്കിൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. RBI പോളിസി ശരിക്കും പറഞ്ഞാൽ RBI ഇൻട്രസ്റ്റ് കുറയ്ക്കാന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇൻട്രസ്റ്റ് കുറച്ചില്ല. RBI ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്തത്. ബേസിക്കലി ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രി ഓട്ടോ ഇൻഡസ്ട്രിയാണ്. ഓട്ടോ ഇൻഡസ്ട്രി തന്നെ എസ്പെഷ്യലി എൻട്രി ലെവലിൽ കസ്റ്റമേഴ്സ് വല്ലാതെ പ്രൈസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഓട്ടോ ഇൻഡസ്ട്രിയെ ബാധിക്കാനുള്ള സാധ്യതകളാണ് അനലിസ്റ്റുകൾ പൊതുവേ ജനറലായിട്ട് പറയുന്നത് RBI മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് കുറയ്ക്കാത്തതുകൊണ്ട് തന്നെ. അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, ഈ തൈവാനിൽ കഴിഞ്ഞ ആഴ്ച വന്ന ഭൂകമ്പം കൊണ്ട് ചിപ്പ് ഷോർട്ടേജ് വീണ്ടും വരികയാണെങ്കിൽ സോഫാർ അങ്ങനെ വരാനുള്ള സാധ്യത എന്താ പറയേണ്ടത് നമുക്ക് എഴുതി തള്ളാൻ സാധിക്കത്തില്ല. 70% കമ്പനീസ് ഒക്കെ പൊതുവെ തിരിച്ച് ഓപ്പറേഷനിലേക്ക് വന്നെന്നുള്ളതാണ് റിപ്പോർട്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ചെറിയ ഒരു മൂവ്മെന്റ് പോലും ശരിക്ക് ചിപ്പ് ഷോർട്ടേജിലേക്ക് വരാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ച്. അപ്പൊ പൊതുവെ RBIയുടെ ഇൻട്രസ്റ്റ് കുറയ്ക്കാതിരിക്കുകയും എൻട്രി ലെവൽ കാറുകൾക്ക് പ്രഷർ, അത് സെല്ലിംഗ് പ്രഷർ കൂടുതലായിട്ട് വരികയും ചെയ്താൽ, അതിനോടൊപ്പം തന്നെ ചിപ്പ് ഇഷ്യൂയും കൂടെ വരുവാണെങ്കിൽ ഒരുപക്ഷെ ഇൻഡസ്ട്രിയെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട്സ് എൻട്രി ലെവലിലാണ് ഓഫർ ചെയ്യുന്ന കാര്യം. ആ ലെവലിലുള്ള ഇൻവെന്ററി തീർക്കാൻ വേണ്ടിയാണ് കമ്പനികൾ, അത്രയും കമ്പനികളുടെ പ്രോഫിറ്റ്സിന്റെ ഒരു പാർട്ട് കമ്പനികൾ ഡിസ്കൗണ്ട്സ് ആയിട്ട് ഓഫർ ചെയ്യുന്നത്. പാസഞ്ചർ വെഹിക്കിൾസിന്റെ നമ്മൾ സെയിൽസ് ഡേറ്റ എടുത്താൽ ഈ മാർച്ചിലെ ഡേറ്റ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം മാർച്ചുമായിട്ട് 6% ഡിക്ലൈൻ ആണ് സംഭവിച്ചത്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് കഴിഞ്ഞ കൊല്ലം മാർച്ചുമായിട്ട് നോക്കുമ്പോൾ 6% അതും ഡിക്ലൈൻ ആയി. ട്രാക്ടർ സെയിൽസ് 3% ഡിക്ലൈൻ ആയി. പക്ഷേ 2 വീലർ സെയിൽസിൽ 5.5% അപ്പ് വന്നിട്ടുണ്ട്. 3 വീലർ സെയിൽസിലും 17% ഗ്രോത്ത് ആണ് കൊടുത്തിരിക്കുന്നത്. ബേസിക്കലി ബസിംഗ് സ്റ്റോക്സ് ആണ്, ശ്രദ്ധിക്കണം. ഇത് റെക്കമെൻഡേഷൻ അല്ല, കൂടുതൽ പഠിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. പവർ ഇന്ത്യ ആണ്, റെഡ് ടൈപ്പ് ആണ്, നൗക്കരി ആണ്, ആൻഡ് ഗുജറാത്ത് തെമിസ് ബയോസൈൻസ് ആണ്. നമ്മളൊരു സ്റ്റോക്ക് VCP ബ്രേക്ക്ഔട്ട്, VCP മീൻസ് വോളറ്റാലിറ്റി കോൺട്രാക്ഷനിൽ നിന്നുള്ള ഒരു ബ്രേക്ക്ഔട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വോളറ്റാലിറ്റി കോൺട്രാക്ഷനിൽ സ്റ്റോക്ക് ഏതാനും ദിവസങ്ങൾ കിടന്നിട്ടാണ് അവിടുത്തെ ഒരു ബ്രേക്ക്ഔട്ട് കൊടുത്തത്. സ്റ്റോക്കിന്റെ പേര് ഡോളാറ്റ് ആൽഗോ എന്നാണ് സ്റ്റോക്കിന്റെ പേര്. DOLAT ALGO എന്നുള്ളതാണ് സ്റ്റോക്കിന്റെ പേര്. കുറച്ച് ഫിനാൻഷ്യൽ ന്യൂസ് ആണ്. മസ്ഗോണ്ടോക്ക് ഫിനാൻഷ്യൽ ഇയർ 24 അവരുടെ ടേൺ ഓവർ 9,400 കോടിയായി. കഴിഞ്ഞ കൊല്ലം ഇതേ സമയം 7,827 കോടിയേ ഉണ്ടായിരുന്നുള്ളൂ. RVNല് 47.36 ക്രോസിന്റെ ഓർഡറാണ് സെൻട്രൽ ലേവിയിൽ നിന്ന് കിട്ടിയത്. കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിന്ന് നല്ലോണം കയറിയ സ്റ്റോക്കാണ്. കരാറിലൊരു കാരണം US നേവി ഷിപ്പ് റിപ്പയർ പാക്ട് അത് കിട്ടിയോണ്ടാണ്. അതുപോലെ തന്നെ റിലയൻസ് ജിയോ നെറ്റ് ആഡ് 36 lakhs യൂസേഴ്സിനാണ് എന്താ പറയണ്ടത് ആഡ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി വേഴ്സസ് ജനുവരി. ഭാരതി എയർടെൽ ആഡ് ചെയ്തിരിക്കുന്നത് 15.3 lakhs യൂസേഴ്സിനാണ് കമ്പയർഡ് ടു ജാനുവരി ആഡ് ചെയ്തിരിക്കുന്നത്. അത് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് വോഡാഫോൺ ഐഡിയക്കാണ്. 10.2 lakhs യൂസേഴ്സ് ആണ് ഐഡിയക്ക് നഷ്ടം വന്നത് കമ്പയർഡ് ടു ജാനുവരി. Jammu and Kashmir Bank gross advances up by 12.7% YoY, deposits 10.4%.